അർജുന് കപ്പ് കിട്ടിയതിന് ശേഷം അർജുൻ എയർപോർട്ടിലെത്തിയപ്പോൾ വമ്പൻ സ്വീകരണമാണ് ഉണ്ടായത്. നല്ല രസമുണ്ടായിട്ടോ. ആ കോസ്റ്റ്യൂമും പിന്നെ ആ കണ്ണട വെച്ചിട്ടുള്ളതും പിന്നെ ആ സംസാരം ഒരു രക്ഷയില്ല മക്കള്. അർജുൻ ശ്രീതു പ്രണയത്തെക്കുറിച്ചായിരുന്നു ആരാധകർക്ക് ചോദ്യങ്ങൾ കൂടുതലും. മീഡിയയ്ക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ചോദ്യം ആരാധകർക്കും അറിയേണ്ടത് ശ്രീതു അർജുൻ പ്രണയത്തെ നോക്കിക്കാണുന്നത് എങ്ങനെ. അപ്പോൾ അർജുൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഞങ്ങൾ തമ്മിലുള്ളത് നല്ല ഫ്രണ്ട്ഷിപ്പാണെന്നാണ് അർജുൻ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ശ്രീതുവിനോട് ഇതേ കാര്യം ചോദിച്ചപ്പോഴും ശ്രീതു പറഞ്ഞിരുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. രണ്ടുപേരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരാധകർ വളരെയധികം സന്തോഷത്തിലാണ്. ശ്രീജുൻ ഫാൻസുകാർ മൊത്തത്തിൽ ഹാപ്പിയാണെന്ന് തന്നെ പറയാം. അടുത്തതായി നമ്മുടെ അർജുനോട് ചോദിച്ചു, ഇനി എന്താ പരിപാടി എന്ന്. ഞാനൊന്ന് പോയിട്ട് കപ്പയും മീൻ കറിയും കൂട്ടിയിട്ടൊന്ന് ഭക്ഷണം കഴിക്കട്ടെ എന്നാണ് അർജുൻ പറഞ്ഞത്. പിന്നെ അടുത്തത് അർജുൻ പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര മീഡിയ കാണുന്നത്. എൻ്റെ മുന്നിൽ എനിക്ക് കുറച്ച് സമാധാനം തരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല മക്കളെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത്ര നാൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല രസമായിട്ട് ഇന്നാണ് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അർജുനെ കാണാനും ഫോട്ടോ എടുക്കാനും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഇത് ശ്രീതു കാണണ്ട എന്ന രീതിയിലാണ് കമൻറ്റുകൾ വരുന്നത്. പിന്നെ അർജുൻ ശ്രീതുവിനെ കൊണ്ടാക്കാൻ പോയതും അതുപോലെ തന്നെ ശ്രീതുവിനെ കാറിലാക്കുന്നതും ഒക്കെ വൈറലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ഇവരൊന്നും ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരാധകർ കട്ട വെയിറ്റിംഗ് ആണ്. ഇവർ പറയുന്ന ഫ്രണ്ട്സാണ് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണെന്നാണ്. എന്തായാലും അർജുൻ്റെയും ശ്രീതുവിൻ്റെയും വിജയത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. കൂടെ നമ്മളെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. ഇനിയും ആ ബോണ്ട് അതേപോലെ തന്നെ നിന്ന് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അർജുൻ അടുത്ത സിനിമയിലേക്ക് വരണം നോക്കിയിരിക്കുകയാണ്. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമയിലാണ് അർജുന് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് ആ സിനിമ ഷൂട്ട് കഴിയട്ടെ.